ഹലോ, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. വളരെ ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ടും ഇതുവരെ ഉപ്പുമാവ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഉപ്പുമാവ് കഴിക്കാൻ തോന്നുന്ന രീതിയിലും എങ്ങനെ നമുക്കൊരു ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് സ്റ്റവ് ഓൺ ആക്കിയിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. എണ്ണ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊരു 1/2 സ്പൂൺ കടുകിട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടിയെന്ന് ഉറപ്പാകുന്ന സമയത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക്, എരിവ് ഒത്തിരി വേണ്ട എനിക്ക്, അപ്പോൾ അതുകൊണ്ട് ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതും പിന്നെ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കൂടെ ആഡ് ചെയ്തു. അതിനുശേഷം ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. ആ ക്യാരറ്റ് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തത് ഈ ഓയിലിലേക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഞാനൊരു മുട്ട കുത്തി ഒഴിക്കുന്നുണ്ട് കേട്ടോ. മുട്ടയും നന്നായിട്ടൊന്ന് ചിക്കി ഒന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം കുറച്ച് ഉപ്പ്, 1 സ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട്. റവയും കൂടെ ആഡ് ചെയ്യാനുള്ളതാണ്, അപ്പം ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം. എന്നിട്ട് ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് റവ ഉണ്ടായിരുന്നു, അതും കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കണം. നന്നായിട്ട് അതൊന്ന് ഇളക്കി മിക്സ് ആക്കി ഒന്ന് നല്ല രീതിയിലൊന്ന് ആയി വരണം, മിക്സായി എന്ന് ഉറപ്പ് വരുന്ന സമയത്ത് കുറച്ച് വെള്ളം, ഈ റവയുടെ അതേ ലെവലിൽ കുറച്ച് വെള്ളം ഒഴിക്കണം. ഞാനൊരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത്. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് മൂടി വയ്ക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് മൂടി വയ്ക്കുക. എന്നിട്ടൊരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് എടുത്ത് നോക്കുമ്പോൾ അതിങ്ങനെ കട്ട പിടിച്ച് ഇരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആ ഒന്ന് ഇളക്കി വിടുമ്പോൾ ആ കട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞു വരും. ഇപ്പോൾ കുറച്ചുകൂടി ഒരു കട്ടയായിട്ടിരിക്കുന്നുണ്ടാവും, വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിട്ടാണ്. അപ്പോൾ കുറച്ച് നേരം കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കണം. ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. അപ്പം നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഭയങ്കര സിമ്പിളുമാണ്. പിന്നെ ഉപ്പുമാവ് ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവർക്കും കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പി ആട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.